ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ കുറിച്ചാണ്. 1356 ഇറ്റലിയിലെ മർജോന എന്ന സ്ഥലത്ത് ഒരു ബെനഡിക്റ്റൻ വൈദികൻ വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. വളരെ തീക്ഷ്ണമതിയായിട്ടുള്ള വൈദികനായിരുന്നുവെങ്കിലും ഈ വൈദികന് ഈ ബലിയർപ്പണത്തിന്റെ സമയത്ത് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഈ വൈദികൻ എപ്പോഴും സംശയിച്ചിരുന്നു, ഞാൻ ഈ ബലിയർപ്പിക്കുമ്പോൾ ഈശോ സത്യമായിട്ട് ഈ അൾത്താരയില് എഴുന്നള്ളി വരുന്നുണ്ടോ? താൻ കാഴ്ചവെക്കുന്ന ഈ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരവും രക്തമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഈ വൈദികനുണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഈ വൈദികൻ ബലിയർപ്പണത്തിന്റെ സമയത്ത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവോസ്തി വിഭജിച്ചപ്പോൾ ആ തിരുവോസ്തിയിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായിട്ട് ഒഴുകി അച്ഛന്റെ കൈകളിലൂടെ ഈ അൾത്താര വിരിയിലേക്ക് വീഴുകയാണ്. ഈ വൈദികൻ വലിയ ഭയത്തോടും വിശ്വാസത്തോടും കൂടി വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു നീ ഈ ദിവ്യബലിയില് സന്നിഹിതനാണ്. ഈ തിരുവോസ്തിയും ഈ വീഞ്ഞും നിന്റെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈദികൻ കരയുകയാണ്. പിന്നീട് മജറോനയിലെ ബിഷപ്പിനെ ഈ കാര്യം അറിയിക്കുകയാണ്. ഈശോയുടെ തിരുരക്തം വീണ ആ അൾത്താര വിരി മജറോനയിലെ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തില് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദിവ്യബലിയില് പങ്കെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വിശ്വാസമാണ്. ക്രിസ്തു പൂർണ്ണമായിട്ടും ഈ ബലിയില് സന്നിഹിതനാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. വിശ്വാസം എന്നത് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം. പരിശുദ്ധ കുർബാനയ്ക്ക് തിരുസഭ നൽകുന്ന നിർവചനം ഇതാണ്: കാണപ്പെടാത്ത ദൈവിക വരപ്രസാദം നമുക്ക് ലഭിക്കുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. വിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെ ദൈവത്തിന്റെ വരപ്രസാദവും ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെ ഇപ്രകാരം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ദൈവത്തെ കാണുവാൻ നമുക്ക് 2 കണ്ണുകളുണ്ട്. അത് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കണ്ണുകൾ. ഈ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ഈശോയെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈശോയെ നമുക്ക് നേരിൽ കാണുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിന്റെ കണ്ണുകളിലൂടെ ഈശോയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈശോയെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപരനെ സ്നേഹിക്കുമ്പോൾ, അപരന് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ അപരന്റെ മുമ്പില് ഈശോയായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, അനുദിനം ദിവ്യബലിയില് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ദിവ്യബലിയില് പങ്കെടുക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോ പൂർണ്ണമായിട്ട് ഈ ദിവ്യബലിയില് സന്നിഹിതനാണ്. ഈശോയെ ഞാൻ സ്വീകരിക്കുന്നു. ആ ഈശോ എന്നും എന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഓരോ ബലിയിലും നമുക്ക് ഈശോയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം: എല്ലാ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. അങ്ങയെ സ്നേഹിക്കുവാനും വിശ്വാസപൂർവം അങ്ങയെ സമീപിക്കുവാനുമുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിക്കുവാനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.